ITI MCEA ക്ലാസ്സസിൻ്റെ ലേണിംഗ് ഔട്ട്കം ടെസ്റ്റിംഗ് ആൻഡ് ഡിസൈനിങ് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ലേണിംഗ് ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറയുന്ന ലെസൺ ടോപ്പിക്കിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ് ബേസ്ഡ് ഓൺ ബയാസിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബേസ്ഡ് ഓൺ ബയാസിംഗ് കണ്ടീഷൻ, ട്രാൻസിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന ബയാസിംഗ് കണ്ടീഷൻ അനുസരിച്ച് ആംപ്ലിഫയറുകളെ എങ്ങനെയെല്ലാം തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ട്രാൻസിസ്റ്ററിന് ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എനി അതർ വർക്കിംഗ് ആണെങ്കിലും ട്രാൻസിസ്റ്ററിന് പ്രോപ്പറായ ഒരു ബയാസിംഗ് അത് പറയുന്ന രീതിയിൽ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷന് റിവേഴ്സും NPN ആയാലും PNP ആയാലും DC ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ആ ബയാസിംഗ് വോൾട്ടേജ് നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ എത്ര പീരീഡ്, എത്ര ഇൻപുട്ട് സൈക്കിളിൻ്റെ എത്ര ഡിഗ്രി വർക്ക് ചെയ്യുന്നു, അതായത് ഇൻപുട്ടിൽ ഒരു സൈൻ വേവ് കൊടുക്കുന്നു എന്നുള്ള കൺസെപ്റ്റിൽ സൈൻ വേവിൻ്റെ മുഴുവൻ ഹാഫ് സൈക്കിളിലും ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണോ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്, ഒരു ഹാഫ് സൈക്കിളിൻ്റെ സർട്ടൺ പീരീഡ് മാത്രമാണോ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ബയാസിങ് വേരി ചെയ്യുന്നതനുസരിച്ച് വർക്കിങ്ങിൻ്റെ പീരീഡ്സ്, കണ്ടക്ഷൻ പീരീഡ് മാറ്റാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയർ ബേസ്ഡ് ഓൺ ബയാസിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കുന്നത് ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് സി ആംപ്ലിഫയർ, ക്ലാസ് AB ആംപ്ലിഫയർ, ക്ലാസ് ഡി, ക്ലാസ് ഇ ആംപ്ലിഫയർ, FGIST ഇങ്ങനെ ഒരുപാട് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. പൾസ് വിത്ത് മോഡുലേറ്റേഴ്സിലും ഡിജിറ്റൽ ആംപ്ലിഫയേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ക്ലാസിഫിക്കേഷൻസൊക്കെ. മോർ വെറൈറ്റി ഓഫ് നമ്മൾക്ക് ആവശ്യാനുസരണം ഡിസൈൻ ചെയ്ത് ബയാസിംഗ് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്ത് ആംപ്ലിഫയേഴ്സിനെ ഇങ്ങനെ ബയാസിംഗ് കണ്ടീഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. According to our syllabus, we have to discuss only class A, class B, class C, and sometimes also we discuss about class AB. ക്ലാസ് എ ആംപ്ലിഫയറുകളും ക്ലാസ് ബി ആംപ്ലിഫയറുകളും ക്ലാസ് സി ആംപ്ലിഫയറുകളുമാണ് നമ്മളുടെ പഠന വിഷയത്തിൽ കൂടുതലായി കടന്നു വരുന്നത്. ക്ലാസ് എ ആംപ്ലിഫയേഴ്സാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫയേഴ്സ് എല്ലാം തന്നെ ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ ഡിസൈനിങ് കാറ്റഗറിയിൽ വരും. ട്യൂൺഡ് ആംപ്ലിഫയേഴ്സൊക്കെ ക്ലാസ് സി ആംപ്ലിഫയേഴ്സിൽ വരും. ഈ ഇത് മൂന്നുമാണ് കൂടുതലായും നമ്മളുടെ സിലബസ് അനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിലും അറിയുക, ക്ലാസ് AB ഉണ്ട്, ക്ലാസ് ഡി ആംപ്ലിഫയേഴ്സൊക്കെ ഡിജിറ്റൽ ആൻഡ് പൾസ് വിത്ത് മോഡുലേറ്റർ അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ഒരുപാട് ആംപ്ലിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഫസ്റ്റ്, ക്ലാസ് A ആംപ്ലിഫയർ. In class A amplifier, the transistor means to conduct in the whole cycle of the input signal. കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ മുഴുവൻ പീരീഡിലും ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ ഓൾവേസ് ഓൺ, ആ രീതിയിലാണ് പവർ കൊടുത്തിരിക്കുന്നത്, ഓൾവേസ് ഓൺ, അങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ദ കണ്ടക്ഷൻ ആംഗിൾ ഈസ് 360 ഡിഗ്രി. ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞതിന് എല്ലാ ഹാഫ് സൈക്കിളുകളിലും ട്രാൻസിസ്റ്റർ ഓൺ ആകുകയും കണ്ടക്ട് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ഓരോ ഹാഫ് സൈക്കിളിനനുസരിച്ച് നമ്മൾക്കൊരു ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ തരികയും ചെയ്യും. ഇതാണ് ക്ലാസ് എ ആംപ്ലിഫയർ. സാധാരണ നോർമലി ഉള്ള ആംപ്ലിഫയേഴ്സ് എല്ലാം ക്ലാസ് എ ആംപ്ലിഫയേഴ്സ് ആണ്. ഒരു ക്ലാസ് എ ആംപ്ലിഫയർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഒരു ക്ലാസ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഒരു പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ട്. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് കൊടുത്തിട്ടുണ്ട്, കളക്ടർ ലോഡ് റെസിസ്റ്റർ, എമിറ്റർ ബയാസിംഗ് റെസിസ്റ്റർ, സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ക്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC, ഇൻ ബിറ്റ്വീൻ ദ മിഡിൽ ക്യൂ പോയിൻ്റ് ആണ്. ഫുൾ സൈക്കിളിലും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇതാണ് ഒരു ക്ലാസ് എ ആംപ്ലിഫയറിന് എക്സാമ്പിൾ. പക്ഷേ ക്ലാസ് എ ആംപ്ലിഫയർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അതായത് ക്ലാസ് എ ആംപ്ലിഫയറിൽ കളക്ടറിൽ റെസിസ്റ്റീവ് ലോഡ് കൊടുത്തിട്ടുള്ള ആംപ്ലിഫയറും ഉണ്ട്. ഇവിടെ കളക്ടറിൽ റെസിസ്റ്റർ മാറ്റി ഒരു ട്രാൻസ്ഫോമർ എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്നൽ ട്രാൻസ്ഫോമറുകളാണ്. ചെറിയ ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുള്ള ക്ലാസ് എ ആംപ്ലിഫയറും ഉണ്ട്. ട്രാൻസ്ഫോമർ കൊടുക്കുന്ന ആംപ്ലിഫയറിന് മോർ പവർ ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ക്ലാസ് എ ആംപ്ലിഫയറിൽ എന്ന് പറയാം, ഇറ്റ് ഹാസ് എ സെൻറ്റേഡ് ക്യൂ പോയിൻ്റ് ആൻഡ് ഓപ്പറേറ്റ്സ് ഓവർ ലീനിയർ പോർഷൻ ഓഫ് എ സി ലോഡ് ലൈൻ. ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയറിൻ്റെ ലോഡ് ലൈനിൽ ലീനിയർ പോർഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. കണ്ടക്ഷൻ ആംഗിൾ 360 ഡിഗ്രിയാണ്, സെൻറ്റേഡ് ക്യൂ പോയിൻ്റ് ആണ്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തു പറയേണ്ടത്. സം മോർ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്തുണ്ട്. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറയാം. അതായത് ദ എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റേഷ്യോയാണ്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് നമ്മൾ പറയാം. അത് ഇൻറ്റു 100 ആകുമ്പോൾ പെർസെൻറ്റേജ് എഫിഷ്യൻസിയിൽ പറയും. അപ്പോൾ ഒരു ക്ലാസ് എ ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ദ മാക്സിമം പോസിബിൾ കളക്ടർ എഫിഷ്യൻസി ഈസ് 50%, ഓവറാൾ എഫിഷ്യൻസി ഈസ് 25%. അപ്പോൾ 2 രീതിയിലാണ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി നമ്മൾ പറയുന്നത്. കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%, ഓവറാൾ എഫിഷ്യൻസി 25%. അതൊരു നോട്ടബിൾ പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, ക്ലാസ് ബി ആംപ്ലിഫയർ. ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ഓൺലി ഫോർ എ ഹാഫ് സൈക്കിളിന് മാത്രമാണ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുക. അതായത് കണ്ടക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ സൈക്കിളും ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ട്രാൻസിസ്റ്ററുകൾ മാറി മാറി കണ്ടക്ട് ചെയ്യുന്ന രീതി ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലാസ് ബി ആംപ്ലിഫയർ ആയിട്ട് ഒരു ആംപ്ലിഫയർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് മുഴുവനിലും ഒരു ഹാഫ് സൈക്കിളിൽ ഒരു ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുക, അടുത്ത ട്രാൻസിസ്റ്റർ അടുത്ത ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് അത് ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. ഹാഫ് ഓൺ, അതാണ് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ കണ്ടീഷൻ. ആംഗിൾ ഓഫ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാലോ 180 ഡിഗ്രി. ഇതാണ് ക്ലാസ് ബി. ക്ലാസ് ബി ആംപ്ലിഫയേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്ററിന് ഒരു ഹാഫ് സൈക്കിളിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു എഫിഷ്യൻസി കൂടുതലായിരിക്കും. കൂടുതൽ പവർ ആംപ്ലിഫയറുകൾ ഡിസൈൻ ചെയ്യുന്നത് ക്ലാസ് ബി ഓപ്പറേഷനിലാണ്. ഒരു ക്ലാസ് ബി ഓപ്പറേഷൻ സെറ്റപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന് മോർ പ്രാക്ടിക്കൽ സർക്യൂട്ട് വരുമ്പോൾ മോർ ബയാസിങ് സർക്യൂട്ടൊക്കെ ഇൻക്ലൂഡഡ് ആവും. ഇവിടെ നമ്മളൊരു ഹാഫ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു NPN ട്രാൻസിസ്റ്ററും ഒരു PNP ട്രാൻസിസ്റ്ററുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിൻ്റെ ബേസിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ആംപ്ലിഫൈ ചെയ്യും. നെഗറ്റീവ് ഓൾട്ടർനേഷൻ വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുകയും PNP ട്രാൻസിസ്റ്ററിനാണ് ആ സമയത്ത് ഫോർവേഡ് ബയാസിങ് കിട്ടുക. PNP ട്രാൻസിസ്റ്റർ ആയിരിക്കും ആ സമയത്ത് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു പുഷ് പുൾ മോഡിൽ ഈ NPN ആൻഡ് PNP ട്രാൻസിസ്റ്ററുകൾ മാറി മാറി കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾക്കൊരു ഔട്ട്പുട്ട് തരും. അപ്പോൾ ഓരോ ട്രാൻസിസ്റ്ററും കണ്ടക്ട് ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ? ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടക്ഷൻ പീരീഡ് ഈസ് 180 ഡിഗ്രി. ഇങ്ങനെയുള്ള രീതിയിൽ ഇത് പവർ ആംപ്ലിഫയറുകളായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അപ്പോൾ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. ഏകദേശം 75%ഓളം എഫിഷ്യൻസി തരുന്നതാണ്, ഓവറാൾ എഫിഷ്യൻസി തരുന്നതാണ് ക്ലാസ് ബി ആംപ്ലിഫയേഴ്സ്. ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലെസ് ദാൻ ഹാഫ് സൈക്കിളാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് നോക്കൂ. ഈ ഇൻപുട്ട് ഹാഫ് സൈക്കിളിൻ്റെ എത്രയായിരിക്കും? ആംഗിൾ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി മുതൽ 150 ഡിഗ്രി വരെ. ലെസ് ദാൻ ഹാഫ് സൈക്കിൾ, ഒരു ചെറിയ സ്മോൾ പോർഷനിൽ മാത്രമാണിത് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇൻപുട്ട്സ് ഹാഫ് സൈക്കിൾ തന്നെ പൂർണ്ണമായും ആംപ്ലിഫൈ ചെയ്യുന്നില്ല. ഇതാണ് ക്ലാസ് സി ആംപ്ലിഫയേഴ്സ്. ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് സ്കൂളിലും ഇത് കണ്ടല്ലോ. ഈ സർക്യൂട്ട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ അറ്റ് ദ എൻഡ് നമ്മൾക്ക് ആവശ്യമുള്ളൊരു സർക്യൂട്ടാണിത്. ട്യൂൺഡ് സർക്യൂട്ട്, LC ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ചെറിയ ഈ ട്യൂൺഡ് സർക്യൂട്ട് അനുവദിക്കുന്ന ആ ചെറിയ ഫ്രീക്വൻസി സിഗ്നലുകളെ മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് ആയിട്ടാണ് കൂടുതലും ഇത് ഉപയോഗിക്കുക. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ ഈസ് ലൈസ് ബിറ്റ്വീൻ 100 ഡിഗ്രി ടു 150 ഡിഗ്രി. ലെസ് ദാൻ ഹാഫ് സൈക്കിൾ മാത്രമാണ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി വെരി വെരി ഹൈ ആയിരിക്കും. എപ്പോഴും നമ്മളൊരു കുറച്ച് പീരീഡ് മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വരുമ്പോൾ മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. എഫിഷ്യൻസി, ഓവറാൾ എഫിഷ്യൻസിയും 90% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലാസ് എ എന്ന് പറയുമ്പോൾ ഓവറാൾ എഫിഷ്യൻസി 25%, കളക്ടർ എഫിഷ്യൻസി 50%. ക്ലാസ് ബി എന്ന് പറയുമ്പോൾ 75%ഓളം ഉണ്ട്. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 90% എഫിഷ്യൻസി ഉണ്ടാവും.
ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് ആണെന്ന് പറഞ്ഞാൽ 85 തൊട്ട് 90% വരെ എഫിഷ്യൻസി ഉള്ളതാണ് ക്ലാസ് സി ആംപ്ലിഫയേഴ്സ്. ഈ ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ്. ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് എ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്, ക്ലാസ് ബി എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. ഇത് മോർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി. ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൻ്റെ ഈ ഉണ്ടോ ഒരു ഹാഫ് സൈക്കിൾ മുഴുവനായി ആംപ്ലിഫൈ ചെയ്യുന്നു, അടുത്ത ഹാഫ് സൈക്കിളിൻ്റെ ഏകദേശം കുറച്ച് പോർഷൻ മാത്രം. 180 ഡിഗ്രി തൊട്ട് 200 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ കണ്ടക്ഷൻ പീരീഡ്. ഇവിടെയും ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓൺ എന്ന് പറയാൻ പറ്റില്ല, ഫുള്ളി ഓൺ എന്നും പറയാൻ പറ്റില്ല, മോർ ദാൻ ഹാഫ് ഓൺ, മോസ്റ്റ്ലി ഓൺ എന്ന് പറയാം. മോസ്റ്റ്ലി ഓൺ ആണ്. അപ്പോഴും നമ്മൾക്ക് ഒരു ഫുൾ സൈക്കിൾ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഇതുപോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ടി വരും, 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളത്. ഇതാണ് ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സിൻ്റെ ഇതാണ് ഒരു ഇൻപുട്ട് സിഗ്നൽ. ഇത് സാധാരണ ആംപ്ലിഫയറിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. അതിൽ ക്ലാസ് എ ആംപ്ലിഫയർ 360 ഡിഗ്രി കണ്ടക്ഷൻ, ക്ലാസ് ബി ആംപ്ലിഫയർ ഓൺലി 180 ഡിഗ്രി കണ്ടക്ഷൻ, ക്ലാസ് സി ആംപ്ലിഫയർ ലെസ് ദാൻ 180 ഡിഗ്രി. ക്ലാസ് എ ബിയുടെ ഇവിടെ വരച്ച് കാണിച്ചിട്ടില്ല. ഇത്രയുമാണ് ഇതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് എ ബി ആംപ്ലിഫയർ ഒരു ഹാഫ് സൈക്കിളും അടുത്ത ഹാഫ് സൈക്കിളിൻ്റെ കുറച്ചും, ക്ലാസ് ബി ആംപ്ലിഫയർ ഒരു ഹാഫ് സൈക്കിൾ മാത്രം, ക്ലാസ് സി ആംപ്ലിഫയർ ലെസ് ദാൻ എ ഹാഫ് സൈക്കിൾ, ക്ലാസ് ഡി ഡിജിറ്റൽ ഡി തൊട്ട് ടി വരെയുള്ള എസ് വരെയുള്ള ആംപ്ലിഫയേഴ്സൊക്കെ ഡിജിറ്റൽ ആംപ്ലിഫയേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ പീരീഡാണ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് ഡി മുതൽ ക്ലാസ് ടി വരെ ഓൺ ഓഫ് ബേസിൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ടാണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നൊക്കെ SMPS ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലാസ് ഡി മുതലുള്ള ടി വരെയുള്ള കാറ്റഗറി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ഇതൊരു ചെറിയ പോർഷനായിട്ട് മാത്രം, അതായത് ബയാസിങ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് പിന്നെ ഒരുപാട് സമയമെടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ക്ലാസ് എ ആംപ്ലിഫയറൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ക്ലാസ് ബി ആംപ്ലിഫയറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഞാൻ പറഞ്ഞല്ലോ ഈ അധ്യയന വർഷം ഇന്ന് തുടങ്ങുന്ന ദിവസം ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ ഓൺലൈൻ മാധ്യമത്തിലാണ് ആദ്യം തന്നെ അധ്യയനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 22 ഇയേഴ്സായിട്ട് ഈ ഡിവൈസുകളൊക്കെ കൈകാര്യം ചെയ്ത് ഇത്രയും പരിചയമുള്ള നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളെയും ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ ഒരു ക്ലാസ് MCA ക്ലാസ് ആയിട്ട് തന്നെ ഇത് കാണുക. യൂട്യൂബ് ചാനൽ MCA ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൽ കയറുന്നതായിട്ട് തന്നെ കണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പഠിക്കുക, പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കോവിഡിനോടൊപ്പം ജീവിക്കാനുള്ള കുറേ ശീലങ്ങൾ വളർത്തിയെടുക്കണമല്ലോ, അതെല്ലാം വളർത്തിയെടുത്തിട്ട് നല്ലൊരു ക്ലാസ് ടൈമിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.